കുട്ടികളെ അടുത്ത ഈ ഫിസിക്സ് എക്സാം വരുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാവരുടെയും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 2 വീഡിയോ ആയിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് 14 ചാപ്റ്ററിലെ പ്രോബ്ലംസ് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ് വീഡിയോ, ഈ വീഡിയോക്കകത്ത് 6 ചാപ്റ്ററിലെ മെയിൻ ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ തെർമൽ ബൗൾസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുന്നത്. എ പാൻ ഫിൽഡ് വിത്ത് എ ഹോട്ട് ഫുഡ് cools from, നമുക്ക് അതൊന്നും വേണ്ട, cools from temperature 94 degrees Celsius to 86 degrees Celsius in 2 minutes when the room temperature is 20 degrees Celsius. ആ വാല്യൂസ് മാത്രം മതി. How long will it take to cool from 71 degrees Celsius to 69 degrees Celsius? അപ്പോൾ റൂം ടെമ്പറേച്ചർ 20 ആയിരുന്നപ്പോൾ 94 ഡിഗ്രി സെൽഷ്യസ് 86 ആവാൻ വേണ്ടി 2 മിനിറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതേ റൂം ടെമ്പറേച്ചറിൽ 71 ഡിഗ്രി സെൽഷ്യസ് 69 ഡിഗ്രി സെൽഷ്യസ് ആവാൻ വേണ്ടി എത്ര ടൈം എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്താ പറയുന്നത്? മൈനസ് ഇവിടെ റേറ്റ് ഓഫ് കൂളിംഗ് ആണ്, അതിനെ dQ/dt എന്ന് എഴുതാം, അല്ലെങ്കിൽ dt/dt എന്ന് എഴുതാം. ഇത് ടെമ്പറേച്ചർ ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ ടൈം എന്നോ, അവിടെ എന്താണ് എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ ടൈം എന്നോ എഴുതാം. ഓക്കെ, ഇനി അവിടെ ടെമ്പറേച്ചർ ആണ് പറഞ്ഞിട്ടുള്ളത്, അവിടെ ടെമ്പറേച്ചർ പറയുന്നത്. അപ്പോൾ മൈനസ് dt/dt ഈക്വൽ ടു k ഇൻറ്റു T1 മൈനസ് T2. ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് എന്താ? 94 എത്രയായിട്ട് മാറി? 86 ആയി മാറി. എത്ര മിനിറ്റ് എടുത്തോളൂ? 2 മിനിറ്റ് എടുത്തോളൂ. ഓക്കെ, എന്ന് നോക്കാം. ആദ്യം ഈ മൈനസ് ഒന്നും വേണ്ട പ്രോബ്ലത്തിന്. ആദ്യം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇവിടെ നോക്കി, 94 86 ആയി. അപ്പൊ 94 മൈനസ് 86 എന്ന് എഴുതുക. ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം എത്രയാണ്? 2 മിനിറ്റ്. കൺവേർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് 2 മിനിറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇൻറ്റു കെ നമുക്കറിയില്ല, കോൺസ്റ്റന്റ്. ഇവിടെ എന്താണ് T1 എന്ന് പറഞ്ഞാൽ? T1 എന്ന് പറഞ്ഞാൽ മീൻ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത് രണ്ടിന്റെ ആവറേജ് വാല്യൂ കാണും. എന്താ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടുക, ഡിവൈഡ് ബൈ 2 കൊടുക്കുക. കണ്ടാ, 94 പ്ലസ് 86 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടി? 90 കിട്ടി. അപ്പൊ T1 വാല്യൂ കിട്ടി 90. ആരായി T2 എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, എത്രയാണ്? 20. ഇപ്പൊ എന്ത് എഴുതി? 20 എഴുതി. ഇവിടെ നിന്ന് 94 86 പോകുമ്പോൾ എത്ര കിട്ടും? അവിടെ കിട്ടും 94 86 8 എന്ന് കിട്ടും. 8/2 വാല്യൂ എത്ര? 4. ഇവിടെ 90 മൈനസ് 20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 70. അപ്പൊ ഇവിടെ നിന്ന് k കാണാൻ പറഞ്ഞാൽ 70 ഡിവൈഡ് ചെയ്യാം. 4/70 ഈക്വൽ ടു k. അപ്പൊ ഫസ്റ്റ് പറഞ്ഞ കേസിൽ നിന്ന് കെയുടെ വാല്യൂ കാണാം, അത്രേ ഉള്ളൂ. കെയുടെ വാല്യൂ കാണാം. നിങ്ങൾ കെല്ലിലോട്ടൊന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എടുക്കുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ പറഞ്ഞാലും കെൽവിനിൽ പറഞ്ഞാലും ഒരേ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ചെറുതാക്കാം, അതിന് ആവശ്യമില്ല. ആ വാല്യൂ അതുപോലെ എടുത്ത് അവിടെ കൊടുത്താലും മതി. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്താ? കണ്ടുപിടിക്കുന്നത് എന്താണ്? 71 69 അവൻ എടുക്കുന്ന സമയം എത്ര? ഇതല്ലേ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ നമ്മൾ നോക്കാം. അപ്പൊ എന്താ വരുന്നത്? ആദ്യം എന്ത് ചെയ്യണം? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ ചേഞ്ച് ടെമ്പറേച്ചർ എങ്ങനെ കാണുന്നത്? 71 മൈനസ് 69 ഡിവൈഡ് ബൈ ടൈം അറിയില്ല, dt എന്ന് കൊടുത്തു, ഈക്വൽ ടു k ഇൻറ്റു കെയുടെ വാല്യൂ കൊടുക്കാം T1. ആരാ T1 എന്ന് പറഞ്ഞാൽ? ഈ രണ്ട് പേരുടെയും മീൻ ടെമ്പറേച്ചർ. എങ്ങനെ മീൻ ടെമ്പറേച്ചർ കാണുന്നത്? കൂട്ടുക, ഡിവൈഡ് ബൈ 2 കൊടുക്കുക. 71 പ്ലസ് 69 ഡിവൈഡ് ബൈ 2. അപ്പൊ എത്ര കിട്ടി? 70 കിട്ടി. അപ്പൊ ഇവിടെ T1 സ്ഥാനത്ത് 70 കൊടുത്തു, മൈനസ് T2 ആരാ? റൂം ടെമ്പറേച്ചർ എത്രയാണ്? 20. അപ്പൊ ഇവിടെ നിന്ന് 71 മൈനസ് 16 ആണെന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. 2/dt ഈക്വൽ ടു കെയുടെ സ്ഥാനത്ത് കെയുടെ വാല്യൂ കൊടുത്തേ 4/70. ഇപ്പൊ 4/70 കൊടുത്തു, ഇൻറ്റു 70 മൈനസ് 20 എത്ര? 50. ഒരു സീറോയും കട്ട് ചെയ്തു. ബാക്കി എത്രയുള്ളത് നോക്കാം. dt ആണ് കാണേണ്ടത്. ശ്രദ്ധിക്കുക, ഈ dt അതുപോലെ എടുത്ത് വിടയും. ഓക്കെ, അവിടെ ആരൊക്കെ ഉണ്ട്? 4 ഉണ്ട്. 4 താഴെ, 5 താഴെ, 7 മുകളിൽ. ഓക്കെ, അപ്പൊ അവിടെ മുകളിലുള്ളെല്ലാം ഇപ്പുറത്ത് എന്താവും? താഴെയാവും. അവിടെ താഴെയുള്ളെല്ലാം എവിടെയാവും? മുകളിലാവും. അപ്പൊ ഇവിടുന്ന് 7 മുകളിൽ വന്നു, 4ഉം 5ഉം താഴെ വന്നു. dt എടുത്ത് വിടയും. അപ്പൊ 2 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 5. അപ്പൊ dt ഈക്വൽ ടു 2 ഇൻറ്റു 7 14 എന്ന് കിട്ടും. 14 ഡിവൈഡ് ബൈ 20 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 0.7 മിനിറ്റ് എന്ന് കിട്ടും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ഒരു ക്വസ്റ്റൻ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്, അതിനകത്തുണ്ട്, PDF ഉണ്ടാവും. ഓക്കെ, അതുകൂടെ എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. അതും സെയിം ചാപ്റ്റർ ആണ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. എ ഹോൾ ഈസ് ഡ്രിൽഡ് ഇൻ എ കോപ്പർ ഷീറ്റ്. The diameter of the hole is 4.24 centimeter at 27 degrees Celsius. 27 degrees Celsius. What is the change in diameter of the hole when the sheet is heated to 227 degrees Celsius? Coefficient of linear expansion is
എത്ര 1.7 0 എന്ന് വേണ്ട 1.7 into 10 raised to minus 5 k raised to minus 10. അവിടെ ഒരു കാര്യം പഠിച്ചു വെക്കുക എടാ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ യൂണിറ്റ് എന്താ k raised to minus 1. പ്രോബ്ലം ചെയ്യുമ്പോൾ അവിടെ പഠിച്ചു പോയി എളുപ്പമാണ്. ആൽഫ ബീറ്റ ഗാമ മൂന്നുപേരുടെ യൂണിറ്റ് എന്താണ് k raised to minus 1. ഓക്കെ നോക്കാം എന്തൊക്കെയുണ്ട്. ആദ്യമുള്ള ലെന്ത് എത്ര ഈ ടൈമിൽ ഉദ്ദേശിച്ച ലെന്ത് എത്ര നോക്കിയാൽ ലെന്ത് എത്ര 4.24 സെന്റിമീറ്റർ. ആ സമയത്തുള്ള ടെമ്പറേച്ചർ T1 എത്രയാണ് 27 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത് ചേഞ്ചിൽ എന്ത് കാണണം കണ്ടുപിടിക്കാം. എന്ത് കാണണം when the sheet is heated to 227 ഡിഗ്രി സെൽഷ്യസ്. രണ്ടാമത്തെ ടെമ്പറേച്ചർ എത്ര T2 227. പിന്നെ ആൽഫയുടെ വാല്യൂ ഉണ്ട് 1.70 10 raised to minus 5. നമുക്ക് ഡെൽറ്റ ആണ് കാണാൻ പറഞ്ഞത് ചേഞ്ച് ഇൻ ലെന്ത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചേഞ്ച് ലെന്ത് കാണാനുള്ള ഫോർമുല എന്താണ് നടക്കുന്നത് എന്താ ഫോർമുല ആൽഫ എൽ ഡെൽറ്റ ടി ആണ് ഫോർമുല. ഓക്കെ അപ്പൊ അതിലേക്ക് ആൽഫ ഡയറക്റ്റ് ഉണ്ട് എൽ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് L1 ആണ് ഇനിഷ്യൽ എന്താണ്. ഓക്കെ എൽ ദെൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കാണണം. ഇവിടെ എത്ര 227 മൈനസ് 27 എത്ര കിട്ടി 200. നിങ്ങൾ കെൽവിൻ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് കെൽവിൻ കൺവേർട്ട് ചെയ്യേണ്ട. ഓക്കെ അപ്പൊ 200 എടുത്ത് കൊടുത്തേ. ഇവിടെ ആൽഫയുടെ വാല്യൂ എത്ര 1.70 into 10 raised to minus 5 into ലെന്ത് എത്ര 4.24 സെന്റിമീറ്റർ ആണ്. മീറ്റർ ആക്കി എന്ത് ചെയ്യണം 10 raised to minus 2 into ചേഞ്ച് നമ്പർ എത്രയാണ് 200 കൊടുത്തപ്പോ ഫൈനൽ ആൻസർ എത്ര കിട്ടി 1441.6 into 10 raised to minus 7 മീറ്റർ. കാൽക്കുലേറ്റ് അടിച്ചു കൊടുത്താൽ മാത്രം മതി കിട്ടുന്ന ആൻസർ അതുപോലെ എടുത്ത് ചെയ്താൽ. ഈ ക്വസ്റ്റിന് പ്രത്യേകത നിങ്ങൾക്ക് ആകപ്പാട് ഇക്വേഷൻസ് അറിയെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ അല്ല ഇത് ഞാൻ ഒരു ടോപ്പിക് പറയാൻ വേണ്ടി വലിയ ക്വസ്റ്റ്യൻ എടുത്തുന്നുള്ളൂ. ഇതിനകത്ത് 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ ഇതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് മോഡൽ എക്സാമിന് ചോദിച്ചായിരുന്നു. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ഹീറ്റുമായി ബന്ധപ്പെട്ട് 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് Q is equal to mc ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഫേസ് മാറുന്നില്ല, സ്റ്റേറ്റ് മാറുന്നില്ല, ഒരേ സ്റ്റേറ്റ് ആയിരിക്കും. സോളിഡ് ആണ് സോളിഡ് ആയിരിക്കും, ലിക്വിഡ് ആണ് ലിക്വിഡ് ആയിരിക്കും, ഗ്യാസ് ആണ് ഗ്യാസ് ആയിരിക്കും. പക്ഷേ ഒരു ടെമ്പറേച്ചർ എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യും. അങ്ങനെ ടെമ്പറേച്ചർ ചേഞ്ചിന് ആവശ്യമായ ഹീറ്റ് എത്രയെന്ന് ചോദിച്ചാൽ mc ഡെൽറ്റ ടി മറന്നു. ടെമ്പറേച്ചർ കൂട്ടാൻ ആവശ്യമായ ഹീറ്റ് എത്രയെന്ന് ചോദിച്ചാൽ mc ഡെൽറ്റ ടി. എം മാസ്, സി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്, ഡെൽറ്റ ടി ചേഞ്ച് ടെമ്പറേച്ചർ ആണ്. അതേ സമയത്ത് ഫേസ് ചേഞ്ച് മാറ്റാൻ വേണ്ടി സോൾഡ് ലിക്വിഡ് ആക്കണം, ലിക്വിഡ് ഗ്യാസ് ആക്കണം. അങ്ങനെ ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഫോർമുല ml എന്താണ് ml. എം എന്ന് പറഞ്ഞ മാസ് തന്നെയാണ്, എൽ എന്ന് പറഞ്ഞാൽ ലാറ്റന്റ് ഹീറ്റ് ആണ്, ലാറ്റന്റ് ഹീറ്റ്. ഇത് രണ്ടും മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ ബാക്കി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിക്കില്ല, ഇതിന്റെ പാർട്ട് ബൈ പാർട്ട് ചോദിക്കും. ഇതിന്റെ അകത്ത് 5 സ്റ്റെപ്പ് ഉണ്ട്, ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മാത്രം എക്സാമിന് ചോദിക്കും. ഓക്കെ ഞാൻ 5 സ്റ്റെപ്പ് ഒറ്റ ക്വസ്റ്റ്യൻ പറഞ്ഞു പോയാൽ അപ്പം ശ്രദ്ധിക്കാം. നോക്കാം ക്വസ്റ്റ്യൻ എന്താ. കാൽക്കുലേറ്റ് ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് 3 kg of ice at minus 12 degrees Celsius kept in a calorimeter to steam at 100 degrees Celsius at atmospheric pressure. അതാണ് ക്വസ്റ്റ്യൻ. ബാക്കിയെല്ലാം വാല്യൂസ് തന്നിട്ടുള്ളതാണ്. അപ്പം ക്വസ്റ്റ്യൻ എന്താണ് -12 ഡിഗ്രി. ഇപ്പൊ എന്തായിരിക്കും ഇവിടെ നോക്ക്. ഇപ്പൊ 3 kg ഐസ് ആണ്. ഏത് ടെമ്പറേച്ചർ ആണ് -12 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിലേക്ക് എന്താക്കണം സ്റ്റീം ആക്കണം. എത്ര ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സ്റ്റീം ആക്കി മാറ്റണം. ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം. എനിക്ക് ഐസിനെ ഡയറക്റ്റ് സ്റ്റീം ആക്കാൻ പറ്റുമോ? സ്റ്റീം എന്ന് പറഞ്ഞാൽ വേപ്പർ ആണ്, ഗ്യാസ് ആണ്, ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഐസ് ആകത്ത് എന്താവണം? ഐസ് വാട്ടർ ആവണം, വാട്ടർ എന്താവണം? സ്റ്റീം ആവണം. അതാണ് പ്രോസസ്. അപ്പൊ ആദ്യം ഐസിനെ എനിക്ക് എന്താക്കി മാറ്റണം? വാട്ടർ ആക്കി മാറ്റണം. ഈ ഐസ് വാട്ടർ ആവുമ്പോൾ എപ്പോഴാ ഐസിന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ ഐസ് എന്തായി മാറൂ? വാട്ടറായി മാറും. അപ്പൊ നോക്കുക ഐസിന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി ആണോ? അല്ല. ടെമ്പറേച്ചർ എന്തല്ല 0 ഡിഗ്രി അല്ല. അപ്പൊ ആദ്യത്തെ ജോലി എന്താണ്? 3 kg ഐസ് അറ്റ് 12 ഡിഗ്രി സെൽഷ്യസിനെ 3 kg ഐസ് അറ്റ് എന്താക്കണം? 0 ഡിഗ്രി സെൽഷ്യസ് ആക്കണം. കാരണം 0 ഡിഗ്രി ആയാലേ അതിനെ വാട്ടർ ആക്കാൻ പറ്റൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എനിക്ക് ഐസ് ഫേസ് ചേഞ്ച് ഇല്ല, പക്ഷെ ടെമ്പറേച്ചർ കൂടി. -12 എന്നുള്ളത് എത്രയായിട്ട് കൂടി? 0 ആയിട്ട് കൂടി. അപ്പൊ അവിടെ ഏത് ഫോർമുല ഉപയോഗിക്കണം? ടെമ്പറേച്ചർ കൂട്ടാൻ ആവശ്യമായ ഫോർമുല ഉപയോഗിക്കാം. ഹീറ്റ് ആണ് ഫോർമുല. ഫോർമുല എന്താണ്? mc ഡെൽറ്റ ടി. അപ്പം Q1 mc ഡെൽറ്റ ടി ചെയ്യാൻ എളുപ്പം. വാല്യൂസ് എല്ലാം എടുത്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ എം എത്ര 3. സി എന്ന് പറഞ്ഞാൽ ഐസിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിരിക്കും. നോക്ക് നടക്കുന്നു കണ്ടാ 2100. ഇപ്പൊ 2100 കൊടുത്തു ഇൻറ്റു
ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസി ആണ്. 0 - -12 പോസിറ്റീവ് വാല്യൂ കിട്ടും. 0 - എത്ര കിട്ടും? പ്ലസ് കിട്ടും. മൈനസ് ഒന്നും ചെയ്യണ്ട, എത്ര കൂടിയ നോക്കിയാൽ മതി കേട്ടാ. ഒരിക്കലും നെഗറ്റീവ്സ് വരില്ല, പോസിറ്റീവ് വാല്യൂ മാത്രം നോക്കിയാൽ മതി. അപ്പൊ അവിടെ എത്ര കിട്ടി? 12 എന്ന് കിട്ടി. അത് ഇൻഡ്യൂ ചെയ്യുമ്പോൾ 75,600 ജൂൾ എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഇന്ത്യയുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ എന്തായടാ? ഇപ്പൊ ഐസായി 0 ഡിഗ്രി ഐസായി. ഐസ് 0 ഡിഗ്രി ആയാൽ ഉടനെ എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും. അപ്പൊ അടുത്ത ജോലി എന്താണ്? 3 kg ഐസ് 0 ഡിഗ്രിയുള്ള ഐസിനെ എനിക്ക് എന്താക്കണം? 3 kg ഐസ് ഐസ് വാട്ടർ ആക്കി മാറ്റണം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 2. 3 kg ഐസ് അറ്റ് 0 ഡിഗ്രി ആണ്. ഉടനെ ഐസ് എന്തായിട്ട് മാറും? 0 ഡിഗ്രിയുടെ ഐസ് എന്തായിട്ട് മാറും? മെൽറ്റ് ആയിട്ട് വാട്ടർ ആയിട്ട് മാറും. അപ്പൊ 3 kg വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. എപ്പോഴും ഈ ഫേസ് ചേഞ്ച് കിടക്കുമ്പോൾ ടെമ്പറേച്ചർ മാറൂല, പറന്നോവൽ കേട്ടാ. 0 ഡിഗ്രി 0 ഡിഗ്രി അവിടെ ഫേസ് ചേഞ്ച് ആണ്. ഫേസ് ചേഞ്ച് ആണ്. എന്താ ഫോർമുല എന്ന് പറഞ്ഞാൽ ml. അപ്പൊ രണ്ടാമത്തെ Q2 ml. ഞാൻ F എന്ന് കൊടുത്തു. എന്തുകൊണ്ടാ? ഫ്യൂഷൻ നടക്കുന്നത്. ഫ്യൂഷൻ സോൾഡ് ലിക്വിഡ് ആയി മാറുന്നു, അല്ലെങ്കിൽ ലിക്വിഡ് സോൾഡ് ആയി മാറുന്നു. ഫ്യൂഷൻ അല്ലേ, അതുകൊണ്ടാണ് F എന്ന് കൊടുത്തത്. F എന്ന് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എമ്മിന്റെ വാല്യൂ 3. എന്താണ് LF എന്ന് പറഞ്ഞാൽ? ലാറ്റന്റ് ഹീറ്റ് ഫ്യൂഷൻ ഓഫ് ഐസ്. ഇവിടെ കാണും ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്. എത്ര? 3.35 × 10⁵. അതുപോലെ എടുത്ത് കൊടുക്കുക. 10⁵ എല്ലാം മാറ്റുക. അപ്പൊ എത്ര കിട്ടി? 1,50,000 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ എന്തായി മാറി? വാട്ടർ 0 ഡിഗ്രി ഇരിക്കുകയാണ്. വാട്ടറിനെ എനിക്ക് എന്താക്കി മാറ്റണം? സ്റ്റീം ആക്കണം. ഈ വാട്ടർ സ്റ്റീം ആവണമെങ്കിൽ വാട്ടർ 100 ഡിഗ്രി ആയാൽ മാത്രമേ അത് തിളച്ച്, അതായത് അത് ബോയിൽ ചെയ്ത് എന്തായി മാറൂ? സ്റ്റീമായിട്ട്, വേപ്പറായിട്ട് മാറും. പക്ഷെ വാട്ടറിന്റെ ടെമ്പറേച്ചർ ഇപ്പൊ എത്രയേ ഉള്ളൂ? 0 ഡിഗ്രി ഉള്ളൂ. അപ്പൊ അടുത്ത ജോലി എന്താ? വാട്ടർ 0 ഡിഗ്രി ഉള്ള വാട്ടറിനെ 100 ഡിഗ്രി വാട്ടർ ആക്കണം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് 3 എന്താണ്? 3 kg വാട്ടർ അറ്റ് 0 ഡിഗ്രി ഇൻറ്റു 3 kg വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ കൂട്ടി. രണ്ടിടത്ത് വാട്ടർ തന്നെയാണ് ഉള്ളത്, സ്റ്റേറ്റ് മാറ്റമില്ല, പക്ഷെ ടെമ്പറേച്ചർ എന്ത് ചെയ്തു? കൂടി. അപ്പൊ എന്താണ്? MC ഡെൽറ്റ ടി ഫോർമുല. Q3 = M എടുത്ത് 3. C എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. അവിടെ അത് നടക്കുന്നത്. എത്രയാണ്? 4186 ഇൻറ്റു 0 100 ആയിട്ട് മാറി. എത്രയാണ് ചേഞ്ച് ആയത്? 100 - 0 എത്ര? 100 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 12,55,800 കിട്ടി. 800 ജൂൾ എന്ന് കിട്ടും. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്തായടാ? വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് ആയി. ഈ വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് ആയാൽ അത് ഉടനെ എന്തായിട്ട് മാറും? വേപ്പർ, സ്റ്റീം ആയിട്ട് മാറും. സ്റ്റീം 100 ഡിഗ്രി ആവും. ലാസ്റ്റ് സ്റ്റെപ്പ് 4 എന്താ? 3 kg വാട്ടർ ആയിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് എന്തായിട്ട് കൺവേർട്ട് ആയി? 3 kg സ്റ്റീം ആയിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കൺവേർട്ട് ആയി. ഓക്കെ, അപ്പൊ ഇവിടെ ഫേസ് ചേഞ്ച് ആണ് നടക്കുന്നത്, ടെമ്പറേച്ചർ മാറ്റമില്ല. എന്താ ഫോർമുല? ml. ഇവിടെ എന്താണ്? mLV. എന്തുകൊണ്ടാ? വേപ്പറൈസേഷൻ ആണ്. വാട്ടർ വേപ്പർ ആയിട്ട് മാറി, അതുകൊണ്ടാണ് LV കൊടുത്തത്. അപ്പൊ M എന്ന് പറഞ്ഞാൽ 3 ആണ്. മറ്റേത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് സ്റ്റീം എന്ന് ഇവിടെ കാണുന്നത് നടക്കും. അപ്പൊ എന്താ? 2.256 × 10⁶. ബാക്കി അവിടെ വാല്യൂ എടുത്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കൊടുക്കുമ്പോഴേക്കും എല്ലാത്തിന്റെ ആൻസർ കിട്ടും. അപ്പൊ ടോട്ടൽ എനർജി കാണാൻ പറഞ്ഞ് എല്ലാം കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ, ഈ എക്സാമിന് ഇതില് ഒരു സ്റ്റെപ്പാ ചോദിച്ചത്. ഇത് ചോയ്സ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് എക്സാമിന് ചോദിച്ചത്. നിങ്ങൾക്ക് ഇനി ഇപ്പം എഴുതാൻ പോകുന്ന എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മാത്രം ചോദിക്കാം. ഓക്കെ, ഒരു സ്റ്റെപ്പേ ചോദിക്കാം. അപ്പൊ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എന്താ സംഭവിക്കുന്നത്. ഐസ് വാട്ടർ ആവാം, ഐസ് 0 ഡിഗ്രി ആണ്. വാട്ടർ സ്റ്റീം ആവാം, വാട്ടർ എന്താവണം? 100 ഡിഗ്രി ആണ്. ഇപ്പൊ വാട്ടർ 0 ഡിഗ്രി ആണെങ്കിൽ വാട്ടറിനെ 100 ഡിഗ്രി ആക്കിയാലേ അടുത്ത് ആ 100 ഡിഗ്രി വാട്ടറിനെ കൺവേർട്ട് ചെയ്ത് 100 ഡിഗ്രി സ്റ്റീം ആക്കാൻ പറ്റും. ഈ ലോജിക്കാണ് വേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചാപ്റ്റർ ഫ്ലൂയിഡ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് കുഞ്ഞു ചാപ്റ്റർ ആണ്. വാട്ട് ഇസ് ദ പ്രഷർ ഓൺ എ സ്വിമ്മർ 10 മീറ്റർ ബിലോ ദ സർഫസ് ഓഫ് ലേക്ക്. ഓക്കെ, അപ്പൊ ഒരു ലേക്ക് ഉണ്ട്, ഓക്കെ, ഇവിടെ നിന്ന് 10 മീറ്റർ താഴെയാണ് നിൽക്കുന്നത്. 10 മീറ്റർ താഴെ. അപ്പം എന്തൊക്കെയുണ്ട്? മുകളിൽ വാട്ടർ, അതിന് മുകളിൽ ആരുണ്ട്? എയർ. അപ്പൊ രണ്ടുപേരുടെയും പ്രഷർ ഉണ്ട്. അപ്പം ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എയറിന്റെ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് വാട്ടറിന്റെ പ്രഷർ കാണുന്ന ഫോർമുല എന്താ? H/ρg. P യുടെ വാല്യൂ കാണാൻ പഠിച്ചോണം. 1.013 × 10⁵ പ്ലസ് H എത്രയെന്ന് പറയുന്നു? ഇതാ നടക്കുന്നു 10 മീറ്റർ. ഓക്കെ, റോ തന്നിരിക്കില്ല, വാട്ടർ ആണല്ലോ, വാട്ടർ ആണ്. അപ്പൊ വാട്ടറിന്റെ പ്രത്യേകത എന്താ? 1000 ആണ് റോയുടെ വാല്യൂ, 1000. G 9.8 ആണ്. ഞാൻ റൗണ്ട് ചെയ്ത് 10 എടുത്തു. ക്വസ്റ്റ്യനിൽ 9.8 എടുക്കാൻ പറഞ്ഞാൽ 9.8 എടുക്കാം. ഓക്കെ, ഇവിടെ എത്രയായി? ഇവിടെ 1 2 3 4 5 10⁵ ആയി.
രണ്ടിനും 10⁵ അങ്ങ് പുറത്തെടുക്കുക. ബാക്കി എത്ര 1.013 10⁵ പുറത്ത് വന്നു. ബാക്കി പ്ലസ് 10⁵ പോയാൽ ബാക്കി എത്രയുണ്ട് 1 പുറത്ത് 10⁵ വന്നു. ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര 2.013 × 10⁵ പാസ്കൽ. കാൽക്കുലേറ്റർ യൂസ് ചെയ്തും ചെയ്യാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഹൈഡ്രോളിക് ഓട്ടോമൊബൈൽ ലിഫ്റ്റ് ഈസ് ഡിസൈൻ ടു ലിഫ്റ്റ് cars with a maximum mass of 3000 kg. The area of cross section of piston carrying the load is 425 centimeter square. What is the maximum pressure would the small piston have to bear? ഹൈഡ്രോ ലിഫ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തിരിക്കുക. എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റില് എപ്പോഴും ഒരു ചെറിയ പിസ്റ്റനും കാണും, വലിയ പിസ്റ്റനും കാണും. ആ വലിയ പിസ്റ്റന്റെ മുകളിലാണ് കാർ കൊണ്ടുവയ്ക്കുന്നത്. ചെറിയ പിസ്റ്റൽ നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കും. ഓക്കെ, രണ്ടിടത്തും ചെറിയ പിസ്റ്റാണ് എല്ലാവരും 1 സൂചിപ്പിക്കും. ഫോഴ്സ് F1, ഏരിയ A1, അവിടെ F2, A2. പക്ഷെ എൻ്റെ അടുത്ത് പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത്രയും പഠിച്ചാൽ മതി. പ്രഷർ കാണാൻ പറഞ്ഞാൽ F1/A1 എന്നും കാണാം, അല്ലെങ്കിൽ F2/A2 എന്നും കാണാം. പ്രഷറാണ് കാണാൻ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് എന്തുണ്ട്? ഒന്ന്, ലോഡ് ക്യാരി ചെയ്യുന്ന കാറാണ് ഇവിടുത്തെ ലോഡ് എന്ന് പറഞ്ഞത്. അപ്പം കാറ് ക്യാരി ചെയ്യുന്ന പിസ്റ്റന്റെ ഏരിയ ഉണ്ട് എത്ര? 425. അപ്പം A2 ഉണ്ട് എത്രയാണ്? 425. ഒരു പ്രശ്നമുണ്ട്, സെന്റിമീറ്റർ സ്ക്വയർ. സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ പറഞ്ഞാൽ 10⁻⁴. അതുകൊണ്ടാണ് അവിടെ ഏരിയ എന്ത് ചെയ്ത് 425 10⁻⁴ കൊടുത്തത്. മുകളിൽ കാറിന്റെ ഫോഴ്സ്. എങ്ങനെ കാറിന്റെ ഫോഴ്സ് പറഞ്ഞ കാറിന്റെ വെയിറ്റ് കാണുന്ന ഫോമുല എന്താണ്? M × G. മാസ് എത്ര? 3000. G ഒന്നുകിൽ 9.8 എടുക്കുക, അല്ലെങ്കിൽ റൗണ്ട് 10 എടുക്കുക. അപ്പോൾ 10 കൊടുക്കുക. അങ്ങനെയാണ് ഫോഴ്സ് കാണുന്നത്. ബാക്കി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 17.58 × 10⁻⁴ പാസ്കൽ. മറന്ന പോലെ ഇതെന്താണ്? ഇത് പാസ്കൽ ആണ്. പാസ്കൽ എന്ന ആരുടെ യൂണിറ്റ് ആണ്? പ്രഷറിന്റെ യൂണിറ്റ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കൊണ്ടേ പോവാം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതും ഫ്ലൂയിഡ്സ് ക്വസ്റ്റ്യൻ ആണ്. ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ കോപ്പർ ബോൾ ഈസ് 2 millimeter. 2 millimeter ആണ്, റേഡിയസ് ആണ്. ദെൻ ഫോളിംഗ് ത്രൂ എ ടാങ്ക് ഓഫ് ഓയിൽ 20°C. ടെമ്പറേച്ചറിന്റെ ആവശ്യമൊന്നുമില്ല. ഈ 6.5 centimeter സെക്കൻഡ്. ആരാ ഈ 6.5 centimeter സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി. എന്താണ് ടെർമിനൽ വെലോസിറ്റി? കമ്പ്യൂട്ട് ദ വിസ്കോസിറ്റി ഓഫ് ഓയിൽ. വിസ്കോസിറ്റി ഓഫ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്ത് കാണണം? ഈറ്റ കാണണം, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കാണണം. ബാക്കി വാല്യൂസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ സ്ഥിരമായി പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് കൃത്യമായി പഠിച്ചോണം. അപ്പൊ എന്താണ് ഈ ടെർമിനൽ വെലോസിറ്റി കാണാനുള്ള ഫോർമുല? അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ടെർമിനൽ വെലോസിറ്റി കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ VT = 2/9 σ-ρ r²g / η. ഓക്കെ, അതിൽ നമ്മൾ അറിയേണ്ട കാര്യം ഇത് രണ്ടും ഡെൻസിറ്റിയാണ്. സിഗ്മയും ഡെൻസിറ്റി ആണ്, റോയും ഡെൻസിറ്റി ആണ്. അപ്പൊ അത് മനസ്സിലാക്കണം. ആരാണ് ഈ സിഗ്മ, ആരാണ് റോ എന്ന് പറഞ്ഞാൽ? സിഗ്മ എന്ന് പറഞ്ഞാൽ ബോളിന്റെ ഡെൻസിറ്റി, റോ എന്ന് പറഞ്ഞാൽ വന്ന് പതിക്കുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി. അത് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. വാല്യൂസ് എല്ലാം ഉണ്ടാകും, എടുത്തു കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഇവിടെ ഈറ്റയിലേ കാണേണ്ട, ഈറ്റ നേരെ മോളിൽ കൊണ്ടുപോവുക, അതിന്റെ സ്ഥാനത്ത് ആര് കൊണ്ടുവരിക? VT കൊണ്ടുവരിക. അപ്പം VT കാണുന്ന ഫോർമുല 2/9 σ-ρ r²g / എത്ര? VT. ഇനി വാല്യൂസ് കൊടുത്താൽ മാത്രം മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൃത്യം നോക്കിയേ 2/9 അതുപോലെ എടുത്ത് എഴുതി. ആരാ സിഗ്മ എന്ന് പറഞ്ഞാൽ? ബോളിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ബോൾ ഡെൻസിറ്റി എത്രയാണ്? ദ ഡെൻസിറ്റി ഓഫ് കോപ്പർ 8.9 × 10⁻³ അവിടെ കൊടുത്തു. മൈനസ് അടുത്തെന്താ? ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ഇവിടെ വന്നിട്ടുണ്ട് 1.5 × 10⁻³ ഇൻറ്റു r². റേഡിയസ് എത്രയാണ്? 2 ആണ്, പക്ഷെ മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ മീറ്റർ ആക്കി എന്ത് ചെയ്യണം? 10⁻³ അപ്പം 2 × 10⁻³ r² ആൻഡ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇൻറ്റു G 9.8 എന്നോ 10 എന്നോ കൊടുത്തു. ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ VT എത്ര? 6.5. അവിടെ പ്രശ്നമുണ്ട്, സെന്റിമീറ്റർ സെക്കൻഡ്-1. അപ്പൊ സെന്റിമീറ്റർ എന്താക്കണം? മീറ്റർ ആക്കണം. അതുകൊണ്ട് എത്ര? 10⁻². ഇവിടെ ചെയ്ത് ഒന്നുകൂടെ നോക്കിയോ, 2/9. ഇത് ചെയ്യുമ്പോഴേക്കും 10⁻³ എന്ത് ചെയ്യുക? കോമൺ എടുക്കാം. ബാക്കി 8.9 നിന്നും 1.5 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടി? 7.4. അപ്പം ബ്രാക്കറ്റ് കറക്റ്റ് ആവും. ദെൻ രണ്ടുപേരും സ്ക്വയർ ചെയ്യുക. 2 × സ്ക്വയർ എത്ര? 4. ഇത് സ്ക്വയർ അല്ല ചെയ്യേണ്ടത്, ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് പവറുകൾ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. -3 × 2 ആണ് എത്ര കിട്ടിയത്? -6 × 9.8. ദ ഹോൾ ഡിവൈഡ് ബൈ 6.5 × 10⁻². ഇനി കാൽക്കുലേറ്റ് കൊടുത്താൽ മതി. ഒരു ബ്രാക്കറ്റ് കൊടുത്താൽ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ എത്ര കിട്ടി? 9.91 × 10⁻⁻1
-1 എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. 0.911 യൂണിറ്റ് മാർക്കലിൽ ന്യൂട്ടൺ സെക്കൻഡ് (m²-2) മറന്നു പോവല്ലേ. അതാണ് ആരുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈറ്റയുടെ യൂണിറ്റ് മാത്രം ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ചാപ്റ്ററിനകത്ത് 10 മാർക്കിനുണ്ട് ഒരു പ്രോബ്ലം ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടോണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചാപ്റ്റർ ആണ് സോളിഡ്സ് ആണ്. സോളിഡ്സ് ഞാൻ അപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ടോ. ഇതിനകത്ത് മിക്ക എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോളിഡ്സ് നോക്കി. എ സ്ട്രക്ചർ സ്റ്റീൽ റോഡ് ഹാസ് എ റേഡിയസ് 10 millimeter, length 1 meter, a 100 kN force stretches it along its length. Calculate stress കാണണം, elongation കാണണം, strain on the road കാണണം, യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണം നോക്കാം. അപ്പൊ ഇത് യങ്സ് മോഡുലസുമായി ബന്ധപ്പെട്ട പ്രോബ്ലം മാത്രമേ ഈ ചാപ്റ്ററിൽ ചോദിക്കൂ. അപ്പൊ അതിന്റെ ഒരു ഫോർമുല മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം സാധാരണ എങ്ങനെ സ്ട്രെസ് കാണും? സ്ട്രെസ് കാണുന്ന ഫോർമുല എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. ഫസ്റ്റ് ഫോർമുല പഠിക്കേണ്ടത്. സ്ട്രെസ് കാണുന്ന ഫോർമുല എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്താണ് തന്നിട്ടുണ്ട്? 100 kN. നമുക്ക് കിലോ മാറ്റം. കിലോ എത്രയാ? 1K എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? 10⁻³ 1000. അപ്പൊ എത്ര? 100 × K മാറ്റ 10⁻³ ഡിവൈഡ് ബൈ ഏരിയ. നമ്മൾ റോഡിന്റെ ഏരിയ എല്ലാം എടുക്കുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അതുകൊണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ആണ് എടുക്കുന്നത്. അതെന്താണ്? സർക്കുലർ. അപ്പൊ എത്ര? πr². പയ്യെ R എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി അറിയാൻ പറ്റും 10 millimeter ആണ്. 10 എത്ര? millimeter. അപ്പൊ 10 millimeter നമുക്ക് എന്താക്കി മാറ്റണം? റേഡിയസ്. അപ്പൊ എങ്ങനെ? ഇവിടെ സൈഡിൽ പറഞ്ഞുതരാം. നോക്കാം. ഇതാ ഇവിടെ ഉണ്ട് 10 millimeter. അപ്പൊ എത്ര? 10 × millimeter മീറ്റർ ആകുമ്പോൾ 10⁻⁻3. അപ്പൊ എന്തായി? മീറ്റർ ആയി. ഇനി ഇത് 10ഉം ഇത് 10⁻⁻3. അതായത് ഇവിടെ 1 ഇവിടെ -3. 1 - 3 എത്ര? -2. 10⁻⁻². അങ്ങനെയാണ് റേഡിയസിനകത്ത് എന്ത് കൊടുത്താൽ 10⁻⁻² കൊടുത്ത് റേഡിയസ് സ്ക്വയർ ആകുമ്പോൾ 10⁻⁻². ഓക്കെ, ദെൻ മുകളിൽ ബാക്കിയുള്ള സോൾവ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസർ 31.8 10⁻⁷ പാസ്കൽ എന്ന് കിട്ടും. നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. അത് ഡീറ്റെയിൽ ഡേറ്റ് ഉണ്ട് അതിനകത്ത്. ദെൻ നമുക്ക് അടുത്ത ഇലോങ്ങേഷൻ കാണണം. അത് ലാസ്റ്റ് കാണാം. സ്ട്രെയിൻ കണ്ടിട്ട് ഇലോങ്ങേഷൻ കാണാം. ആണ് എളുപ്പം എന്ന് പറയാം. അപ്പൊ സി പാർട്ട് എന്താണ്? സ്ട്രെയിനാണ്. എങ്ങനെ സ്ട്രെയിൻ കാണും? അതിന് യങ്സ് മോഡുലസ് കാണണം. ഈ യങ്സ് മോഡുലസ് കാണുന്ന ഫോർമുല എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. യങ്സ് മോഡുലസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അവിടെ നിന്ന് സ്ട്രെയിൻ കാണാൻ പറഞ്ഞാൽ സ്ട്രെയിൻ നേരെ മുകളിൽ, യങ്സ് മോഡുലസ് നേരെ താഴെ. സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ആണ് സ്ട്രെയിൻ കാണുന്ന ഫോർമുല. ഓക്കെ, അപ്പോൾ സ്ട്രെസ് കൊടുത്തു 31.8 × 10⁻⁷ ആണ്. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ഇതാ നടക്കുന്നു 2 × 10⁻11 ആണ്. ബാക്കി ചെയ്തു നോക്കുക. അപ്പൊ കിട്ടുന്നത് എത്ര? 15.9 × 10⁻⁻4 കിട്ടി. ഞാൻ യൂണിറ്റ് ചെയ്തില്ല. എന്തുകൊണ്ടാണ് യൂണിറ്റ് ചെയ്യാത്ത? സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല. ഓക്കെ, യൂണിറ്റും ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ. അതുകൊണ്ടാണ് യൂണിറ്റ് ചെയ്യാത്തത്. ഓക്കെ, ദെൻ ബി പാർട്ട് എന്താണ്? ഇലോങ്ങേഷൻ കാണണം. അപ്പൊ സ്ട്രെയിൻ കാണുന്ന ഫോർമുല എന്താ? ΔL/L ആണല്ലോ. ഇതിൽ ΔL ആണ് കാണാൻ ചോദിച്ചുള്ളത്. അപ്പൊ എങ്ങനെ കാണും? L നേരെ മോളിപ്പോയി. അപ്പൊ എന്താണ്? ലെന്ത് ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെയിൻ ഇൻറ്റു ലെന്ത് ആണ് ΔL. അപ്പൊ ഇവിടെ എഴുതി ΔL ഈക്വൽ ടു സ്ട്രെയിൻ ഇൻറ്റു ലെന്ത്. സ്ട്രെയിൻ എത്ര? 15.9 × 10⁻⁻4. ലെന്ത് എത്രയെന്ന് ക്വസ്റ്റിലുണ്ട്? 1 meter. അവിടെ 1 എന്ന് എഴുതി. ഇത് രണ്ട് ഇന്ത്യയും അതേ ആൻസർ കിട്ടും. 15.9 × 10⁻⁴ മീറ്റർ. ഓക്കെ, ഈ ഒറ്റ ദിവസം നോക്കിയാൽ മതി. ഈ 3 ക്വസ്റ്റ്യൻ ചോദിക്കില്ല, ഒരു ക്വസ്റ്റിനേ ചോദിക്കും. ആണെങ്കിൽ ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് 4 മാർക്ക് ക്വസ്റ്റിനേ ഉള്ളൂ. ഓക്കെ, 4 മാർക്കിൽ 5 മാർക്ക് ക്വസ്റ്റിനേ ഉള്ളൂ. മാക്സിമം പോയി 5 മാർക്ക് ക്വസ്റ്റിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഒരു പ്രോബ്ലം മാത്രം ചോദിക്കില്ല, വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗ്രാഫ് ഒക്കെ നോക്കിക്കൊണ്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് ഞാൻ പറഞ്ഞ ഇതെന്ന് ചോദിക്കാതെ വേറൊരു ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തന്നിട്ടുണ്ട് എയുടെ ബിയുടെ. എപ്പോഴും നോക്കിയാൽ ഇവിടെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ഈക്വലാണ്. അതുകൊണ്ട് സ്ലോപ്പ് കൂടിയ ആളിനാണ് യങ്സ് മോഡുലസ് കൂടുതൽ, സ്ട്രെങ്ത് എല്ലാം കൂടുതൽ. കാണുമ്പോൾ അറിയാം ആംഗിൾ ആർക്കാ കൂടുതൽ? ഇത് ഈ ആംഗിൾ ആണ് കൂടുതൽ. അപ്പൊ ആംഗിൾ കൂടിയ സ്ലോപ്പ് കൂടും. അപ്പൊ ഇവൻ യങ്സ് മോഡുലസ് കൂടുതൽ, ഇവൻ യങ്സ് മോഡുലസ് കുറവ്. എന്തുകൊണ്ടാണ്? കാണുമ്പോഴേ മനസ്സിലായി ഇവനാണ് ആംഗിൾ കൂടുതൽ. ആംഗിൾ കൂടുക എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കൂടിയെന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആർക്ക് യങ്സ് മോഡുലസ് കൂടുതൽ? എക്ക്. ആരാണ് സ്ട്രോങ്ങർ? യങ്സ് മോഡുലസ് കൂടിയ സ്ട്രെങ്ത് കൂടും. അപ്പൊ ആരാ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എ. എങ്ങനെ മനസ്സിലായി? ആംഗിൾ ചരിവ് ആർക്കാ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എക്കാണ്. ഓക്കെ, ഇനി ഓസിലേഷൻ എന്ന് ചാപ്റ്റർ. അപ്പൊ അതിനകത്ത് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എത്ര? y = 3 sin 36t + 0.018x + π/4. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒരു ഇക്വേഷൻ തന്നിരിക്കും. ദെൻ അതിൽ എക്സും വൈയും സെന്റിമീറ്ററിലാണെന്ന് പറയുന്നു. ടൈം എന്താണ്? സെക്കൻഡിലാണ്. ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, അതൊന്നും വേണ്ട. ദെൻ ഇത് വേണം, സെന്റിമീറ്റർ ഒന്നും വേണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാവലിംഗ് ആണോ സ്റ്റേഷനറി ആണോ? ട്രാവലിംഗ് ആണോ സ്റ്റേഷനറി ആണോ? അതെങ്ങനെ പറയും?
അത് പറയുന്നത് ഈ ടേം ആണ് നോക്കേണ്ടത്. ഈ ടേം അതായത് ഈ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ എക്സ് എന്നൊരു ടേം ഉണ്ടെങ്കിൽ ഇവിടെ പ്ലസ് വരാം മൈനസ് വരാം. നോക്കേണ്ടത് ഒരു ടി ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഉണ്ട്, ഇപ്പുറത്തൊരു എക്സ് ഉണ്ട്. ഇങ്ങനെ ഒരു ടേം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് ട്രാവലിംഗ്. അതെന്താണ്? ട്രാവലിംഗ്. അങ്ങനെ ഒരു ടേം ഇല്ല എങ്കിൽ അത് സ്റ്റേഷനറി. അപ്പൊ അങ്ങനെ ഒരു ടേം ഉണ്ട്, ഒരു ടി ഉണ്ട്, നടുക്ക് പ്ലസ് അല്ലെങ്കിൽ മൈനസ് വരും, പിന്നെ ഒരു എക്സ് ഉണ്ട്. ഇങ്ങനെ ഒരു ടേം ഉണ്ടോ? ഉറപ്പിച്ചത് എന്താണ്? ട്രാവലിംഗ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ട്രാവലിംഗ്. അപ്പൊ ട്രാവലിംഗ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ട്രാവലിംഗ് സ്പീഡ് കാണണം, ഡയറക്ഷൻ കാണണം. ഡയറക്ഷൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? അവിടെ ആ സൈനാ നോക്കേണ്ടത്. ഈ നടുക്കുള്ള സൈൻ നോക്കുക, ടിക്ക് എക്സിന് ഇടയ്ക്കുള്ള സൈൻ നോക്കുക. സൈന് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പൊ ഇവിടുത്തെ സൈൻ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആൻസർ. സൈൻ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് അല്ലേ, അപ്പൊ എന്താണ്? നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ് പോകുന്നു പ്രൊപ്പഗേഷൻ. അടുത്ത് ഇവിടെ മൈനസ് ആയിരുന്നെങ്കിലോ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ആയി. ഇനി എന്ത് കാണും? സ്പീഡ് കാണും. അപ്പൊ സ്പീഡ് അങ്ങനെ കാണും. നോക്കിയേ, അവിടെ ഇതിന്റെ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ജസ്റ്റ് എഴുതി ഇടാം. y is equal to a sin ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് എന്താണ് 5. ഇതാണ് ഇക്വേഷൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയൊക്കെ എഴുതാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എ ആ വരുന്നത്. നോക്കാം, ഇവിടെ നിന്ന് ഫസ്റ്റ് ഒമേഗ ഉണ്ട്. ഇതെല്ലാം ടിയുടെ കൂടെ ഉള്ള ആളാണ് ഒമേഗ. ഇവിടെ ആരാണ്? 36. അതുകൊണ്ട് ഒമേഗ എത്ര ഇത്? 36 എഴുതിയ. ഒമേഗയുടെ യൂണിറ്റ് മറന്നുപോലെ റേഡിയൻ പെർ സെക്കൻഡ്. റേഡിയൻ സെക്കൻഡ് -1. ദെൻ അവിടെ കെയുടെ വാല്യൂ, എക്സിന്റെ കൂടെയുള്ള ആളാണ് കെയുടെ വാല്യൂ എത്ര? 0.018. കെയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻ പെർ സെന്റിമീറ്റർ. സോ റേഡിയൻ പെർ മീറ്റർ ആണ്. പക്ഷെ ഇവിടെ എന്താ? റേഡിയൻ പെർ സെന്റിമീറ്റർ. കണ്ടാ, റേഡിയൻ പെർ സെന്റിമീറ്റർ. അപ്പൊ കെയുടെ വാല്യൂ എത്ര? റേഡിയൻ പെർ സെന്റിമീറ്റർ, അല്ലെങ്കിൽ റേഡിയൻ സെന്റിമീറ്റർ -1. സ്പീഡ് അല്ലേ കാണേണ്ടത്? ഇവ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, ഒമേഗ ഈക്വൽ ടു കെ വി. ഒമേഗ ഈക്വൽ ടു കെ വി. അപ്പൊ അവിടുന്ന് കെ കാണാൻ പറഞ്ഞ വി കാണാൻ പറഞ്ഞ കെ ഡിവൈഡ് ചെയ്യും. അപ്പം വി എങ്ങനെ കാണും? ഒമേഗ ബൈ കെ. ഒമേഗ ബൈ കെ അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. വി ഈക്വൽ ടു ഒമേഗ ബൈ കെ. ഒമേഗ എത്ര? 36 ബൈ കെ എത്ര? 0.018. ആൻസർ എത്ര കിട്ടും? ചെയ്തു നോക്കണം. 2000 സെന്റിമീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അത് സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അതിന്റെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ പറഞ്ഞാൽ 10⁻². അപ്പൊ 10⁻² കൊടുത്താൽ എന്തായി? മീറ്റർ പെർ സെക്കൻഡ് ആയി. ഡയറക്ഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി കാണും. ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞത് ഈ എ ആണ് ആംപ്ലിറ്റ്യൂഡ്. അതിന്റെ സ്ഥാനത്ത് എന്താ വന്നിട്ടുള്ളത്? 3. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 3. യൂണിറ്റ് മറക്കരുത്, സെന്റിമീറ്റർ. ഇവിടെ സെന്റിമീറ്റർ എന്നാ പറയുന്നത്. സെന്റിമീറ്റർ. മീറ്റർ ആക്കാൻ എന്താ? 10⁻² കൊടുത്താൽ മീറ്റർ ആയി. അടുത്ത് എന്ത് കാണും? ഫ്രീക്വൻസി കാണും. അപ്പൊ എന്താ ഇക്വേഷൻ? ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. അവിടെ നിന്ന് ന്യൂ കാണാൻ പറഞ്ഞ 2π ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ഒമേഗ ബൈ 2π ആണ് ന്യൂ കാണാൻ ഫോർമുല. അപ്പൊ ന്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π. ഒമേഗ ഉണ്ട് 36, 2π സോൾവ് ചെയ്യുമ്പോൾ 5.72. ഫ്രീക്വൻസി യൂണിറ്റ് എന്താണ്? ഹെഡ്സ്. അടുത്ത സി പാർട്ട് എന്താ പറയുന്നത്? ഇനിഷ്യൽ ഫേസ് എത്ര? ഏറ്റവും എളുപ്പമാണ്. ഇവിടുത്തെ 5യുടെ വാല്യൂ നോക്കുക. എത്രയാണ്? 5/4. ഓക്കെ, സ്ഥിരമായി സെയിം വാല്യൂ ചോദിക്കുന്ന ക്വസ്റ്റൻ ആയിരുന്നു. 2 വർഷം ചോദിക്കുന്നില്ല. അപ്പൊ ഈ വർഷം എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ഓക്കെ, ഓസിലേഷനിലെ ക്വസ്റ്റൻ ആണ്. ദെൻ അപ്പോ അടുത്ത ക്വസ്റ്റൻ ആണ് വേവ്സ് ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതിനകത്ത് എ പൈപ്പ് 30 സെന്റിമീറ്റർ ലോങ് എന്ന് പറയുന്നു. ഇസ് ഓപ്പൺ. അപ്പൊ ഓപ്പൺ ആണ്. ഓപ്പൺ ആയിട്ട് ബോത്ത് എൻഡ്. ഓപ്പൺ പൈപ്പ് ആണ്. ഓക്കെ, 30 സെന്റിമീറ്റർ ലോങ് ആണ്. ഓപ്പൺ ആയിട്ട് ബോത്ത് എൻഡ് ആണ്. വിച്ച് ഹാർമോണിക് മോഡ് ഓഫ് ദ പൈപ്പ്? റെസൊണൻസ് 1.1 കിലോ ഹെഡ്സ് ആണ്. അപ്പൊ റെസൊണൻസ് 1.1 കിലോ ഹെഡ്സ് ആണ്. Will the resonance with the same source be observed if one end of the pipe is closed? One end close എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് പൈപ്പ് ആയി. സ്പീഡ് ഓഫ് ദ സൗണ്ട് എത്ര എടുക്കാൻ പറയുന്നു? 330. നമ്മൾ 330 to 340 ഏതൊരു എടുക്കാൻ പറ്റും? തന്നിട്ടുള്ള വാല്യൂ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് നോക്കാം. ഓപ്പൺ പൈപ്പ് ആണ്. ഓപ്പൺ പൈപ്പിലെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കാണാൻ ഫോർമുല എന്താ? അത് ആദ്യം അറിയണം. എന്താണ്? V/2L. ആദ്യം അത് കാണും. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ν1 ഈക്വൽ ടു V/2L. വി എത്ര എടുക്കാൻ പറഞ്ഞു? 330 ആണ്. 2 × L എത്ര? 30 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ മീറ്റർ ആക്കി 10⁻². ചെയ്തപ്പോൾ എത്ര കിട്ടി? 550 ഹെഡ്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ക്ലോസ്ഡ് പൈപ്പിൽ രണ്ടാമത്തെ ഹാർമോണിക് ആരാ? സെക്കൻഡ് ഹാർമോണിക് തന്നെയാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞത്. അപ്പൊ എത്ര? സെക്കൻഡ് ഹാർമോണിക് എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ ഒരു 2 കൊടുത്താൽ മാത്രം മതി. 2 × ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. അപ്പൊ 2 V/2L. അപ്പൊ ആ 2 കൊടുത്തു. ഈ V/2L വരെ നമുക്ക് അറിയാം ഓൾറെഡി. എത്ര? 550. അപ്പൊ എത്ര? 1100 കിട്ടി. 1100. ക്വസ്റ്റ്യൻ ഏത് ഹാർമോണിക്കിലാ റെസൊണൻസ് നടക്കുന്നത്? ഇപ്പം ഇവിടെ എത്ര വന്നിട്ടുണ്ട്? ഫ്രീക്വൻസി എത്ര? 1.1 കിലോ ഹെഡ്സ് ആണ്. ഈ കിലോ മാറ്റം എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇവിടെ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1100 എന്ന് കിട്ടും. അപ്പം നമ്മളെ ഫ്രീക്വൻസി 1100. ഈ 1100 എപ്പോഴാണ് കിട്ടിയത്? സെക്കൻഡ് ഹാർമോണിക്സിലാണ് 1100 കിട്ടിയത്. അപ്പം
റെസൊണൻസ് സംഭവിക്കുന്ന ഏത് ഹാർമോണിക്സിലാണ്? സെക്കൻഡ് ഹാർമോണിക്സിലാണ്. ഓക്കെ, ദെൻ അത്രേ ഉള്ളൂ. ദെൻ ആ പൈപ്പ് എന്താ ചെയ്ത് ക്ലോസ് ചെയ്തു, ഒരു എൻഡ് ക്ലോസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു എൻഡ് ക്ലോസ് ചെയ്യുമ്പോഴേക്കും അത് ക്ലോസ്ഡ് പൈപ്പ് ആവും. ഫോർമുല മാറും. എന്തായി? V/4L. V/4L. V 330 കൊടുക്കുക. 4 ഇൻറ്റു ലെന്ത് എത്ര? 30 × 10⁻² തന്നെയാണ് ചെയ്യുമ്പോൾ 275 എന്ന് കിട്ടും. എത്രയാണ്? 275. അടുത്ത ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 അല്ല, സെക്കൻഡ് ഹാർമോണിക്സ് അവിടെ ഇല്ല, ക്ലോസ്ഡ് പൈപ്പ് ഇല്ല. ക്ലോസ്ഡ് പൈപ്പിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ 1 എഴുതി അടുത്ത് 3 എഴുതാൻ പറ്റും. 3V/4L. അപ്പൊ 3 ഇൻറ്റു ഈ വാല്യൂ 275 എത്ര കിട്ടി? 825 കിട്ടി. ഈ വാല്യൂ കിട്ടിയില്ല, 1100 കിട്ടണം, കിട്ടിയില്ല. അപ്പം തേർഡ് ഹാർമോണിക്സ് എന്തില്ല? റെസൊണൻസ് ഇല്ല. ഈ രണ്ട് ഫ്രീക്വൻസി സെയിം ആവണം, എങ്കിലേ റെസൊണൻസ് ഉള്ളൂ. അടുത്ത മൂന്നാമത്തെ ഫ്രീക്വൻസി ഏതാണ്? മൂന്നാമത്തെ ഓഡ് നമ്പർ എത്ര? 5. അപ്പൊ ആണ് 5V/4L. 5 ഇൻറ്റു 275. അപ്പൊ എത്ര കിട്ടി? 1375. ഇതിനേക്കാൾ കൂടിപ്പോയി. അപ്പൊ എന്ത് നടക്കൂല? ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ ഈ ഫ്രീക്വൻസി വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? റെസൊണൻസ് ഈ ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് നടക്കില്ല? റെസൊണൻസ് നടക്കില്ല. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ബൈ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിന്റെ ആൻസേഴ്സ് ഉണ്ടെന്നും ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ F ഈസ് പ്രൊപ്പോർഷണൽ ടു -x അല്ലെങ്കിൽ A ഈസ് പ്രൊപ്പോർഷണൽ ടു -x. ഇതിൽ ഏതൊരു കണ്ടീഷൻ വേണം? ഇവിടെ A വെച്ചാ പറയുന്നത്. അപ്പോൾ ഇത് വരാൻ പറ്റില്ല, എന്തുകൊണ്ടാണ്? നെഗറ്റീവ് സൈൻ ഇല്ല. ഇത് വരില്ല, എന്തുകൊണ്ടാണ്? സ്ക്വയർ വന്നു. അടുത്ത ഇത് വരില്ല, എന്തുകൊണ്ടാണ്? ക്യൂബ് വന്നു. ആൻസർ എത്ര? ഓപ്ഷൻ സി. ഓക്കെ, ശ്രദ്ധിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ എത്ര? 1.7 ആണ്. ദ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെല്ലം ഓൺ ദ സർഫസ് ഓഫ് മൂൺ ഇഫ് ഇറ്റ്സ് ടൈം പീരീഡ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഈസ് 3.5. അതായത് എർത്തിൽ എത്രയാണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ? 3.5. മൂണിൽ ടൈം പീരീഡ് എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ടൈം പീരീഡ് ആണുള്ള ഫോർമുല. സിമ്പിൾ പെല്ലായതുകൊണ്ട് 2π√L/g. അതിൽ ടീം ജിയുടെ റിലേഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ T ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√G. റൂട്ടിനകത്താണ് G ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതുമ്പോഴേക്കും ആദ്യം മൂൺ/എർത്ത് എഴുതി, T മൂൺ/എർത്ത്. അപ്പുറത്ത് എഴുതുമ്പോഴേക്കും G ആയതുണ്ട്, ശ്രദ്ധിക്കണം. റൂട്ട് ഓഫ് ഈ മൂണും ടൈമും ജിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഞാൻ ഇവിടെ മൂൺ എഴുതിയാൽ എനിക്ക് നേരെ മൂൺ എഴുതാൻ പറ്റൂല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോഴേക്കും ഓക്കെ, ശ്രദ്ധി, ഇവിടെ T മൂൺ വന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് മാത്രമേ G മൂൺ വരൂ. എന്തുകൊണ്ടാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. T എർത്ത് വന്നാൽ അതിന് ഓപ്പോസിറ്റ് മാത്രം എന്ത് വരും? G എർത്ത് വരും. ഓക്കെ, അത് റൂട്ടിനകത്ത് ചെയ്ത് ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ T മൂൺ അറിയില്ല, അതായത് മൂണിലെ ടൈം പീരീഡ് അറിയില്ല. എർത്തിൽ എത്ര? 3.5 ആണ്. റൂട്ട് ഓഫ് G എർത്ത് 9.8. അടുത്ത് G മൂൺ തന്നിട്ടുണ്ട് 1.7. ബാക്കി ഇത് സോൾവ് ചെയ്യുമ്പോഴേക്കും 2.4 എന്ന് കിട്ടും. ഇതങ്ങ് ക്രോസ് ചെയ്തു. 3.5 × 2.4 എത്ര? 8.4 സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, അതായത് ഓർത്തിരിക്കുക, നമ്മൾ ഒരു സിമ്പിൾ പെല്ലം കൊണ്ട് എവിടെ കൊണ്ടുവച്ചാൽ? മൂണിൽ കൊണ്ടുവച്ചാൽ ടൈം പീരീഡ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്ത് നോക്കണം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്, വിത്ത് ആൻസർ ഉണ്ട്. അതുകൊണ്ട് ചെയ്ത് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാം. ഓക്കെ, അതുപോലെ എൻ്റെ PDF ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യും, നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടുതരും. ഓക്കെ.